ഫുട്ബോൾ വേൾഡ് കപ്പ് ആര് തൂക്കുമെന്ന ആകാംക്ഷയിലാണ് ആരാധകരെല്ലാം ഉള്ളത്. നമ്മളിപ്പോൾ കോഴിക്കോട് നൈന വളപ്പിലാണുള്ളത്. ഇവിടെയുള്ള ആരാധകർക്ക് ഇന്ന് എന്താണ് പറയാനുള്ളത് നമുക്കൊന്ന് കേട്ടു നോക്കാം. സ്പെയിനും അർജന്റീനയും കട്ടയ്ക്ക് കട്ട മത്സരമാണ്. അപ്പോൾ ആര് ജയിക്കും, ഇവർക്ക് എന്നുള്ള പ്രതികരണം എന്താണെന്ന് ചോദിച്ചു നോക്കാം. ആരായിരിക്കും ജയിക്കാനുള്ള സാധ്യത കൂടുതൽ, സ്പെയിനാണോ അർജന്റീനയാണോ? ഈ വേൾഡ് കപ്പിൻ്റെ ഫൈനൽ എന്ന് പറഞ്ഞത് ഒരു ഫുട്ബോൾ പ്രേമി കാണാൻ ആഗ്രഹിക്കുന്ന ഫൈനലാണ്. കാരണം അർജന്റീനയും സ്പെയിനുമാണ്. അർജന്റീന നിലവിലെ ലോക ചാമ്പ്യന്മാരാണ്. സ്പെയിന് യൂറോ കപ്പ് ജേതാക്കളാണ്. നേരത്തെ ലോകകപ്പ് 2010 നേടിയിട്ടുള്ള രാജ്യമാണ്. അപ്പോൾ എന്തുകൊണ്ടും എല്ലാ ഫുട്ബോളിൻ്റെ സൗന്ദര്യം ഒഴുകുന്ന ഒരു ഫൈനലാണ് കാണുക. കാരണം അവരുടെ കളീൻ്റെ ശൈലി തന്നെ അങ്ങനെയാണ്. ഇപ്പോൾ അർജൻറ്റീനൻ്റെതാണെങ്കിൽ വളരെ കുറിയ പാസുകളിലൂടെയുള്ള മുന്നേറ്റങ്ങളുള്ള വളരെ തന്ത്രപരമായ ഫുട്ബോൾ. ഇപ്പോൾ ഈ വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ കംബാക്ക് വിന്ന് നേടിയൊരു ടീമും കൂടിയാണ് അർജൻറ്റീന. കാരണം ആദ്യം ഗോൾ വാങ്ങിയിട്ട് പിന്നീട് ത്രസിപ്പിക്കുന്ന രീതിയിൽ തിരിച്ചു വന്ന ടീമാണ് അർജൻറ്റീന. ലയണൽ മെസ്സി എന്ന് പറയുന്ന ഒരു ഇതിഹാസ താരത്തിൻ്റെ അയാളുടെ ആ സാന്നിധ്യം ഈ ലോകകപ്പിൽ ഉടനീളം കണ്ടിട്ടുണ്ട്. അയാൾ എന്തുകൊണ്ടാണ് ഗോട്ടായി മാറിയത് എന്നുള്ളതിൻ്റെ ഉത്തരം കൂടി ഈ വേൾഡ് കപ്പ് കാണിച്ചു തന്നു. ഇപ്പോൾ സ്പെയിനിലേക്ക് വരികയാണെങ്കിൽ സ്പെയിനിൻ്റെ ഇപ്പോൾ കഴിഞ്ഞ കളിയിലൊക്കെ എന്ന് പറഞ്ഞാൽ അവർ നോക്കൗട്ട് സ്റ്റേജിലെല്ലാം അവരെ ടിക്കിട്ടാക്കാം ആ ഗെയിം അവർ ശരിക്കും എന്ത് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ മത്സരത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ആ ടിക്കിട്ടാക്കയിലൂടെയാണ് അവർ പിന്നെ സെമി ഫൈനലും ഒക്കെ അവർ ജയിച്ച് കയറുന്നത്. മധ്യനിര പൂർണ്ണമായിട്ടും ഡയമണ്ട് പാസുകളിലൂടെ നിയന്ത്രിച്ച് അവിടെ പിന്നെ സ്പെയിൻ ടീം എന്ന് പറയുന്നത് ഒരു ഇപ്പുറം മെസ്സി ആണെങ്കിൽ അപ്പുറം യമീൻ യമാൽ എന്ന് പറയുന്ന ഒരു താരമുണ്ട്, യുവതാരം. അയാളുടെ പെർഫോമൻസും മെസ്സിയുടെ പെർഫോമൻസും എങ്ങനെയെന്നുള്ളത് ആശ്രയിച്ചിട്ടാണ് ഇന്നത്തെ ഫൈനലിലെ വിജയികളെ നമുക്ക് തീരുമാനിക്കാൻ കഴിയുക. ഫസ്റ്റ് പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ടീമും ഒരേ ശൈലിയിൽ കളിക്കുന്ന ടീമാണ്. ചെറിയ പാസുകളായിട്ട് കളിക്കുന്ന ടീമാണ്. പിന്നെ കുറച്ചും കൂടെ അഡ്വാൻറ്റേജ് സ്പീഡായിട്ട് കളിക്കുന്നത് സ്പെയിനാണ്. പക്ഷേ അർജൻറ്റീനയുടെ എല്ലാ പ്ലേയേഴ്സും നല്ല ഡിഫൻസ് ചെയ്ത് കളിക്കും. ഈ സ്പീഡായിട്ട് കളിക്കുന്ന ആ ഒരു തന്ത്രം ഇത്തവണ ഫൈനലിൽ സ്പെയിനെ തുണയ്ക്കുമെന്ന് കരുതുന്നുണ്ടോ? ഇല്ല, അത് ഇല്ലല്ല. രണ്ട് ടീമും കുറച്ച് ഇന്നത്തെ കളി ശരിക്കും പറയുകയാണെങ്കിൽ കഴിഞ്ഞ രണ്ട് സെമി ഫൈനലിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അത്ര ഫാസ്റ്റ് ആയിട്ടുള്ള കളി ആയിരിക്കില്ല. കാരണം അതൊന്ന് ഒരു യൂറോപ്യൻ ടീമും സ്പെയിന് യൂറോപ്യൻ ടീമാണേലും പക്ഷെ ഒരു ശൈലി ചെറിയ പാസ് ലാറ്റിൻ അമേരിക്കൻ ശൈലിയിലൊക്കെ പോയിക്കുന്നത്. അപ്പോൾ ആ ടീമിനോട് പിടിച്ചേക്കാൻ വലിയ പാടായിരുന്നു. ബോളും കൊണ്ട് അവർ കളിക്കും, മറ്റൊരു ഭയങ്കര നീളം പാസുകൾ ഇതൊക്കെ ആയിട്ടാണ്. പക്ഷെ അതാണ് അവർ തോൽക്കാൻ മെയിൻ കാരണം തന്നെ അതാണ്. കാരണം ഇവരെ കാലിൽ എപ്പോഴും പന്തുണ്ട്. അതുപോലെ തന്നെ ഉള്ള കളിയായിരുന്നു ഇംഗ്ലണ്ടും അർജൻറ്റീനയും തമ്മിൽ. പിടിച്ചിക്കാൻ കഴിയില്ല. ഈ ലാറ്റിൻ അമേരിക്കനോട് വലിയ പാടാണ് പിടിച്ചിക്കാൻ യൂറോപ്യൻ ടീമിന്. ഇപ്പോൾ ഈ രണ്ട് ശൈലിയും വന്ന ടീമാണ് ഇപ്പോൾ കളിക്കുന്നത്. അപ്പം കളി കുറച്ച് നമുക്കൊരു കാണികൾക്കൊരു അത്ര ഒരു ഹരം കൊള്ളൂല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. കാരണം എന്താ പറയുകയാണെങ്കിൽ രണ്ട് ശൈലിയിൽ വരുന്ന ഒരു ടീം കളിക്കുമ്പോൾ അതിൽ കുറച്ചും കൂടെ അഡ്വാൻറ്റേജ് വരാറാല് കുറച്ച് ഡിഫൻസിങ് സ്ട്രോങ് അർജൻറ്റീനയാണ്. അതായത് കുറച്ച് ടഫാണ് അവരുടെ കളി, ഭയങ്കര ടഫാണ്. നമ്മളിപ്പോൾ കണ്ട കളികളൊക്കെ നോക്കാം, എല്ലാ കളികളും കേപ്പ് വെർദനെയൊക്കെ പിടിച്ച് നിൽക്കാന്ന് പറഞ്ഞാൽ വലിയ കഷ്ടപ്പാടുള്ള സമയമാണ്. ഈ സ്പെയിന് പോലും എന്താക്കാൻ കഴിഞ്ഞിട്ടില്ല, അവരെ തോൽപ്പിക്കാൻ പറ്റിയിട്ടില്ല. അപ്പം ഞാൻ പറയുന്നത് ചാൻസ് ഒന്നോ രണ്ടോ ഗോളിന് ചെറിയ ഗോളുകളായിരിക്കും നടക്കുക. അർജൻറ്റീനക്കാവാനാ ചാൻസ് കൂടുതലും. ഞാൻ പോർച്ചുഗലിനും, പക്ഷേ തോറ്റപ്പോൾ ഇന്ന് നടക്കാൻ പോണ കളി സ്പെയിനും പോർച്ചുഗലും ആയതുകൊണ്ട് സ്പെയിനും അർജൻറ്റീന ആയതുകൊണ്ട് അർജൻറ്റീന ജയിക്കും പ്രതീക്ഷ ഉണ്ട് തോന്നുന്നുണ്ട്. അല്ല അങ്ങനെ ഇതാ കാണാത്തോണ്ട് അത്ര ഇതില്ല. ആ എത്ര ഗോള് ജയിക്കൂ? 5 ഗോളിന് ജയിക്കുവോ? ചേട്ടൻ എന്താ തോന്നണേ? മാച്ച് ഇപ്പൊ ഇതുവരെ ഇപ്പൊ സുബൈർ പറഞ്ഞ മാതിരി കഴിഞ്ഞ കളികൾ മുഴുവൻ നോക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർജന്റീന ആകെ 20 മിനിറ്റാണ് കളിക്കല്. അപ്പോൾ ഇതുവരെ വന്ന കളിയിൽ നല്ല കളി ആര് കളിച്ചു കഴിഞ്ഞാലും അവരെ ഡിപ്പെൻഡ് ചെയ്യാൻ 20 മിനിറ്റ്, ഒരു 16 മിനിറ്റ് 15 മിനിറ്റിനുള്ളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇവരൊരു വിജയ സാധ്യത കണ്ടിട്ടുണ്ട്. പിന്നെ ഓഡിയൻസിനെ ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നുണ്ട്, ടെൻഷനാക്കുന്ന ഒരു കളിയാണ് ഇതുവരെ കഴിഞ്ഞ
മറ്റേ ഇവർ കപ്പടിക്കുന്ന സമയത്തും അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. അതേ രീതി തന്നെയാണ് ഇപ്പോഴും പോകുന്നത്. ഈ തവണയും അർജൻറ്റീനയാണ് കപ്പടിക്കാനുള്ള ഏറ്റവും സാധ്യത. എങ്കിലും മറ്റേ സ്പെയിനിനെ തള്ളിക്കളയാൻ പറ്റുന്ന ടീമല്ല, അത്രയും സ്പീഡിൽ കളിക്കുന്ന ഒരു ടീമാണ്. എന്തായാലും ഫൈനല് അത്ര ഒരു ഫാസ്റ്റായിട്ട് കളി നടക്കുമെന്ന് തോന്നുന്നില്ല. കപ്പടിക്കാൻ സാധ്യത അർജൻറ്റീന തന്നെയാണ്. എന്താ തോന്നുന്നത്, കപ്പടിക്കാൻ ആരാണ് സാധ്യത? ഞങ്ങൾ അനുകൂലിക്കുന്നു. എല്ലാ കളിയാണ് ഒരു ഒറ്റ പ്രാവശ്യം കപ്പ് കൊണ്ടുപോയിട്ടാണെങ്കിലും പക്ഷെ നല്ലൊരു ടീമാണ്, നല്ല കളിയാണ്. ഫ്രാൻസിനൊക്കെ പിടിച്ചു കെട്ടിയിട്ടാണ് അവർ വന്നത്. ടീമാണ് ഫ്രാൻസ്. നേരത്തെ കളിച്ചിൽ അറിഞ്ഞില്ലേ 6-2-4 അപ്പോൾ മനസ്സിലാക്കാം ഫ്രാൻസിനെ പറ്റി. ചില ടീമിലൊക്കെ നല്ല കൊമ്പൻ ടീമുകളൊക്കെ ഇപ്രാവശ്യം കുറച്ച് ഇതായിപ്പോയി. കളിക്കാരെ ദോഷങ്ങളാണ്. കളിക്കാർ അതുകൊണ്ട് കുറേ കളിക്കാർ ഇല്ലാത്ത സുഖമില്ലാത്ത. അപ്പോൾ ഇതിലുകൊണ്ട് 2 കളിക്കാർ, ഇപ്പോൾ സ്പെയിൻ 2 കളിക്കാർ സുഖമില്ല എന്നാണ് പറഞ്ഞത്. ചിലപ്പോൾ കൊള്ളുന്ന ഏതായാലും അതൊരു തിരിച്ചടിയാവും അവർക്ക്. അങ്ങനൊന്നുമില്ല. അത് നമ്മൾ കുട്ടികളുണ്ട്, ചെക്കന്മാരുണ്ട് കളിക്കാൻ. അങ്ങനെ ഞങ്ങൾ പറയാൻ പറ്റില്ല. പിന്നെ ഇവരൊക്കെ കളിക്കാൻ ഞങ്ങൾ സ്പെയിന് ജയിക്കൊന്നുമില്ല. കഴിഞ്ഞ പ്രാവശ്യം അർജന്റീന ഉണ്ട്, അപ്പോൾ ഈ പ്രാവശ്യം സ്പെയിൻ കൊണ്ടുപോകണം എന്നാണ് ആഗ്രഹം. അതൊരു മാറ്റം. യമാലിനെ പൊക്കണം തന്നെയാണ്. വേണം. അപ്പൊ മെസ്സിനെ ഇഷ്ടമല്ല? മെസ്സിനെ ഇഷ്ടമല്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അർജന്റീന ഫാൻ ആയിരുന്നു. അതെന്തുകൊണ്ടാ മാറിയേ? ഇപ്പോൾ എനിക്ക് അത്ര ഇഷ്ടമല്ല അർജന്റീന. ഇപ്പോൾ ഞാൻ പോർച്ചുഗലാണ്. ഇപ്പം കുറേ വിവാദങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ, ഇവര് എന്താ ഫൗൾ കൊടുക്കുന്നില്ല എന്നൊക്കെ. അതുകൊണ്ടാണോ? ആ, എനിക്ക് ഒരു താല്പര്യമില്ല. ഞാൻ പോർച്ചുഗലായിരുന്നു. ആ, അല്ല നിക്കേ, അല്ല ഏത് ടീമാന്ന് പറ. ഏത് ടീമാ? എന്റെ ടീം തോറ്റി. ഏത് ടീം? പോർച്ചുഗലാണോ? ബ്രസീല്. ബ്രസീലാണോ? അപ്പൊ ഇനിയിപ്പോ ഏതായാലും സ്പെയിനും നിക്കുന്നുണ്ട്, അർജന്റീനയാണ്. അപ്പൊ ആര് ജയിക്കണം? എനിക്ക് സ്പെയിൻ ജയിക്കണം. അർജന്റീനക്ക് നല്ല കളിയാണ്, അതാണ്. പക്ഷേ ഉണ്ടല്ലോ അർജന്റീന ഒരു കംബാക്ക്, അതായത് അവസാന 20 നിമിഷത്തിൽ അർജന്റീനയുടെ വലിയൊരു കംബാക്ക് ഉണ്ട്. അപ്പൊ അതെങ്ങാനും വന്നു കഴിഞ്ഞാൽ സ്പെയിൻ സാധ്യത ഇല്ല, വരാൻ സാധ്യത ഇല്ല. യമാലും കൂട്ടർ ഇപ്രാവശ്യം കപ്പ് പോക്കൂ. ഓ, എന്താ തോന്നണേ? വേൾഡ് കപ്പ് ആയില്ലേ, ഫൈനലായി. എന്താണ്, ആര് ജയിക്കും? അർജന്റീന തൂക്കും, മെസ്സി തൂക്കിക്കോളും. ഒരു പ്രഡിക്ഷൻ, എത്ര ജയിക്കുന്ന, എത്ര ഗോളിന് ജയിക്കുന്നു? എന്തായാലും ഒരു വിജയം ഉറപ്പാണ്. എന്തായാലും ഗോളുണ്ടെന്ന് പറയാൻ പറ്റില്ല. ആര് ജയിക്കണമെന്ന് ആഗ്രഹം? സ്പെയിൻ. സ്പെയിന്. അതെന്താ? സ്പെയിൻ ആരാധകനാ? എത്ര ഗോളിന് ജയിക്കണമെന്ന് ആഗ്രഹം? ഓപ്പോസിറ്റ് മെസ്സിയാണ്. 3 മെസ്സി. മെസ്സി നല്ല കളിയല്ലേ? ബ്രസീലിയ കളിക്ക്, സ്പെയിൻ അടിപൊളി ടീമല്ലേ. അല്ല, പക്ഷെ അവസാന നിമിഷത്തിൽ ഒരു കംബാക്ക് നടത്താറുണ്ട് ഇപ്പൊ കുറച്ച് മത്സരങ്ങളിലായിട്ട്. അപ്പോ കംബാക്ക് നടത്തോലി നോക്കാം. ഇപ്പൊ ലോകകപ്പ് ഫൈനലായല്ലേ, അപ്പൊ ആര് ജയിക്കുമെന്നാ വരുന്നത്? ജയിക്കുമെന്ന് ഇപ്പൊ പറയാനൊന്നുമില്ല. അർജന്റീന എന്ന് പറഞ്ഞാല് ഒരു നിമിഷം അവർക്ക് മതി. അവരെന്ന് പറഞ്ഞാൽ അവർക്ക് ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഓരോ ശരീരത്തിലുള്ള ബ്ലഡ് ഒരു പ്രത്യേകത. ആ ബ്ലഡ് ഒരു സെക്കൻഡ് കളി കഴിയാൻ നേരത്ത് അവർ ഗോളിടാനുള്ള ചാൻസ് അവരെ. അത് 100% ഈ പ്രാവശ്യം ഫൈനലിൽ അർജന്റീന തന്നെ കൊണ്ടുപോകും. അതൊരു സംശയമില്ല. അവരെ കളി അങ്ങനെയാണ്. അവരുമായിട്ടുള്ള പോയിന്റുള്ള കളി ആരടുത്തും കാണുന്നില്ല. കളിച്ചിക്കണ്, പക്ഷെ അർജന്റീന അങ്ങേയറ്റം പൊരുതി കളിച്ച ടീമാണ് മറ്റെല്ലാ ടീമുകളും. പക്ഷെ എന്നാലും അർജന്റീന വളരെ ക്ലിയറാണ്. ഫസ്റ്റ് നമ്പർ 1 അത് ഫൈനലിൽ കൊണ്ടുപോകും. അത് എല്ലാവർക്കും കണ്ടിരിക്കുക, കാണാൻ പറ്റുന്ന കളി തന്നെയാണ്. ഓക്കെ, ഏതാ ആരാധകയാ? സ്പെയിനാണോ? യമാലിനെ ഇഷ്ടമാണോ? എത്ര ഗോൾ അടിക്കും? 3 ഗോൾ. 3 ഗോൾ അടിക്കും. അപ്പോ അർജന്റീന എത്ര ഗോൾ അടിക്കും? 2 ഗോൾ. 2 ഗോൾ. അപ്പൊ 1 ഗോളിന് വിജയത്തില് അല്ലേ? ഇല്ലേ, എന്താണ് തോന്നണേ, ആര് ജയിക്കും? അർജന്റീന പഠിക്കും. അർജന്റീന മെസ്സി ഉള്ളിടത്തോളം നേരം നമുക്ക് പേടിയില്ല. അർജന്റീന പഠിക്കും. 2-1. പക്ഷെ ഇപ്പുറത്തെ യമാലുണ്ട്, അപ്പൊ വലിയൊരു യുവനിര ഉണ്ട് സ്പെയിനില്. അപ്പോ അങ്ങനെയൊക്കെ ആകുമ്പോൾ മാറ്റി ഉറയ്ക്കും. നമ്മളെ മധ്യനിര നമുക്ക് കുറച്ച് വിശ്വാസമുണ്ട്. കപ്പടിക്കുന്നതാണ് നമ്മളെ വിശ്വാസം. 2-1 അർജന്റീന കപ്പടിക്കും. മെസ്സി തന്നെ പൊക്കും. ഫൈനലൊക്കെ ആയില്ലേ ലോകകപ്പ്, ആര് ജയിക്കുന്ന? ജയിക്കും. പുതിയ അവകാശികൾ വരട്ടെ, സ്പെയിനൊക്കെ വരട്ടെ. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടോയില്ലേ അർജന്റീന, പക്ഷെ കൊണ്ടോട്ടെ, പുതിയ തലമുറ വരട്ടെ. അങ്ങനല്ല പറയണ്ടേ. എന്തേ ഫിഫന്റെയും അതേപോലെ തന്നെ എംപയറിന്റെ ആനുകൂല്യം കിട്ടുന്നുണ്ടല്ലോ മെസ്സിക്കും മെസ്സിന്റെ ടീമിനും. കളിച്ച് നേടട്ടെ, പുതിയ അവകാശികൾ വരട്ടെ.
പുതിയ ആൾക്കാർ വരട്ടെ. പുതിയ ആൾക്കാര് ആ പുതിയ അതൊക്കെ മറ്റേ സ്പെയിൻ ആരാധകരാണോ? അതല്ല, അങ്ങനൊന്നുമില്ല. അങ്ങനത്തെ അല്ല, അർജന്റീനൻ്റെ അല്ല, കളിക്കണവർ ജയിക്കണം, അതാണ് നമ്മളെ ആവശ്യം. ഞാൻ അർജന്റീന ആരാധകനാണ്. അർജന്റീന ജയിക്കണം എന്നതിൻ്റെ പക്ഷേ അവർക്ക് ഇപ്പൊ റഫറിമാരെ അനുകൂലിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ. അത് കുറേ കാലങ്ങളായിട്ടുള്ള അങ്ങനെ പറച്ചില്ല തന്നെയുള്ളത്. അതൊന്നുമില്ല, അതന്നെ. ആഗ്രഹം അർജന്റീന നോക്കൂ. എത്ര ഗോളിന്? ഇന്ന് 2-1 ചാൻസ് കാണുന്നത്. ഞങ്ങളെ കാഴ്ചപ്പാടിൽ പിള്ളേരും കുറച്ച് കട്ടിയല്ലേ? കളി ഉണ്ടാവില്ലെന്ന് വിചാരിക്കുന്നുണ്ട് പ്രാവശ്യം. ഇപ്രാവശ്യം രണ്ടാമത്തെ തവണയും മെസ്സി കപ്പ് തൂക്കും. നോക്കും തന്നെയാണ് പ്രതീക്ഷ. ഓക്കെ, ശരി. അർജന്റീന തോക്കൂ. പിന്നെ എത്ര ഗോളായാലും ജയിച്ചാൽ മതി. അപ്പം നമ്മളെ മെസ്സിയും പിള്ളേരും നല്ല കളിയല്ലേ? കട്ടക്ക് മത്സരം. താങ്ക് യു. ആര് ജയിക്കണമെന്നാണ് ആഗ്രഹം? ആരുടെ ഫാനാ? അർജന്റീന. എത്ര ഗോളിന് ജയിക്കണമെന്ന് ആഗ്രഹം? അത് ഒരു 2 ഗോളിന് ജയിക്കും എന്തായാലും. പക്ഷേ ചില സമയത്ത് പ്രതിരോധത്തിലൊക്കെ കുറെ പാളിച്ചകളൊക്കെ അർജന്റീനക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ സ്പെയിൻ അതൊക്കെ മറികടന്ന് ജയിക്കാനുള്ള സാധ്യത ഉണ്ടോ? അതോ ഒരു അട്ടിമറി? അത് ടീമിനനുസരിച്ച് അവർ കളിക്കുക. ഫസ്റ്റ് ഹാഫിൽ 2 ഗോൾ കുടുങ്ങിയിട്ട് തന്നെ ഈജിപ്തായിട്ട് അത് മറികടന്ന് ലാസ്റ്റ് 10 മിനിറ്റിലാണ് കളി സ്പീഡപ്പ് ചെയ്തത്. അപ്പോൾ കളി നല്ല ടീമിനനുസരിച്ച് പോലെ കളിക്കും. കളി ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഓ, ഇന്ന് എന്തായാലും ട്രോഫി പോലും വാങ്ങാനുള്ള കളി തന്നെയാണ് ഒരു കളിക്കുക. യമാലും പിള്ളേരും കപ്പടിക്കുമെന്ന പ്രതീക്ഷയിലാണ് സ്പെയിൻ ആരാധകർ. എന്നാൽ അർജന്റീന ആരാധകർ പറയുന്നത് ഇത്തവണ കപ്പ് മെസ്സി തൂക്കുമെന്നാണ്. ക്യാമറമാൻ സജി തറയിലിനൊപ്പം ലക്ഷ്മിപ്രിയ, അമൃത ന്യൂസ്, കോഴിക്കോട്.